ആരെല്ലാം എതിർത്താലും നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. പ്രിയേഷിൻ്റെ കത്തിലെ ആ വാക്കുകൾ നന്ദുവിൻ്റെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നുപോയി. അവൾ എന്തെങ്കിലും മറുപടി പ്രിയേഷിന് കൊടുക്കുമോ? കേൾക്കാം അവിവാഹിത ഭാഗം 3. സന്തോഷിന് മുടങ്ങാതെ പണിയും നല്ല വരുമാനവും കിട്ടിക്കൊണ്ടിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം വരുമാനം ദിവസവും ലഭിക്കുമായിരുന്നു. അങ്ങനെ എടുക്കുന്ന ജോലി പോരാഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ലോഡ് കയറ്റാൻ കിട്ടുകയാണെങ്കിൽ അതുകൂടി സന്തോഷ് ചെയ്യും. മിക്ക ദിവസങ്ങളിലും അയാൾ വീട്ടിലെത്തുന്നത് രാത്രി 10 മണിക്കും 11 മണിക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ ശ്രീജ പറയാറുണ്ട്, താൻ ചത്ത് മീൻ പിടിച്ചതുകൊണ്ട് കാര്യമില്ല, അനുഭവിക്കാൻ യോഗം ലഭിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾക്ക് പഠിക്കാൻ കൊടുക്കാവുന്നതിലും കൂടുതൽ ഇപ്പോൾ കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാണ് രാത്രി ലോഡിനു കൂടി പോകുന്നത്? എല്ലായ്പ്പോഴും കിട്ടുന്നതല്ലല്ലോ ഈ രാത്രിയിൽ ലോഡും മറ്റും. അതൊക്കെ കിട്ടുമ്പോൾ ചെയ്തെങ്കിലല്ലേ പറ്റുകയുള്ളൂ. 10 രൂപ കയ്യിൽ കൂടുതൽ വന്നു എന്നോർത്തുകൊണ്ട് വല്ല കുഴപ്പവുമുണ്ടോ ശ്രീ? ഇപ്പോൾ രാത്രിയിൽ ലോഡ് കയറ്റാൻ ആള് കുറവായതുകൊണ്ട് ഞാൻ കൂടെ കൂടിയെന്നേ ഉള്ളൂ. 3 മണിക്കൂർ നേരത്തെ പണിക്ക് 500 രൂപ കയ്യിൽ കിട്ടിയാൽ നഷ്ടമൊന്നും ഉണ്ടാകില്ലല്ലോ. തർക്കിച്ച് ജയിക്കാൻ സന്തോഷിൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം ശ്രീതയ്ക്ക് പണ്ടേ അറിയാവുന്നതാണ്. എന്നാലും കൂടുതൽ വിഷമിക്കുന്നത് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്നതും നല്ലതാണ്. അമിതമായ അധ്വാനം നല്ലതല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് സ്വീകരിച്ചാൽ നമുക്ക് കൊള്ളാം. ഇഷ്ടത്തോടെയല്ല ആ പറഞ്ഞതെന്ന് സന്തോഷിന് മനസ്സിലായി. ഇനി കൂടുതൽ പറയാൻ നിന്നാൽ അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണേണ്ടി വരും. ഇന്നോളം അതിനിടവരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ആ കണ്ണുകൾ നിറയുന്നത് കാണാൻ അയാൾക്ക് ഇഷ്ടവുമായിരുന്നില്ല. അതുകൊണ്ട് അയാൾ സംസാരം അവിടെ വെച്ച് നിർത്തി. ഇതിനിടയിൽ നന്ദു കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞു. ഇൻ്റർവ്യൂവിന് സന്തോഷും നന്ദുവിൻ്റെ കൂടെ പോയി. അത് സന്തോഷിന് മടിയായിരുന്നു. എന്നാൽ നന്ദിനി അച്ഛൻ കൂടെ ചെന്നില്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകില്ല. പുതിയ വസ്ത്രങ്ങളും അത്യാവശ്യം മേക്കപ്പുമെല്ലാമായി തൻ്റെ നന്ദൂട്ടൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നത് കണ്ടാൽ കണ്ണിന് ഒരു പ്രത്യേക കുളിർമയാണ്. നന്ദുവിനെ സന്തോഷ് വിളിച്ചിരുന്ന ചെല്ലപ്പേരാണ് നന്ദൂട്ടൻ എന്നത്. പക്ഷേ പലപ്പോഴും സന്തോഷിന് അവളുടെ കോളേജിൽ പോക്ക് കാണാൻ യോഗം കിട്ടാറില്ല. അവൾ കോളേജിൽ പോകുന്ന സമയത്തിന് വളരെ മുൻപ് തന്നെ അയാൾ ജോലിക്ക് പോയി കഴിയും. അത് ടൈം ടേബിൾ അനുസരിച്ച് ചെയ്യാവുന്ന പണിയല്ലല്ലോ. പലപ്പോഴും നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ പോകും. അവൾ വഴിയെ നടന്നു പോകുന്നത് അയാൾ കാണാറുണ്ട്. പക്ഷേ അവൾ പലപ്പോഴും അയാളെ കാണാറില്ല. ഏതെങ്കിലും ലോറിയുടെ മുകളിൽ അട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മകൾ കൂട്ടുകാരികളുമൊത്ത് കടന്നു പോകുന്നത്. സന്തോഷ് ഒറ്റ നോട്ടം നോക്കുകയേ ഉള്ളൂ. ചിലപ്പോൾ അയാളുടെ കൂട്ടുകാർ ആരെങ്കിലും പറയും, എടാ തന്തോ, നിന്റെ കൊച്ച് കോളേജിൽ പോയിട്ട് പോകുന്നത് കണ്ടല്ലോ, അവൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നീയാണെങ്കിൽ കണ്ട ഭാവമില്ലല്ലോ. സന്തോഷിനെ ചുരുക്കി കൂട്ടുകാർ വിളിച്ചിരുന്നത് തന്തോ എന്നാണ്. നമ്മളിങ്ങനെ ഒറ്റ തോർത്തുമുടുത്ത് പണിയെടുക്കാൻ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു വിഷമം തോന്നണ്ടല്ലോ. അത് വിചാരിച്ചു മിണ്ടാത്തതാടാ കണാര, അല്ലാതെ
മക്കൾ നന്നായി പോകുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അവർക്ക് വേണ്ടിയല്ലേ നീ പണിയെടുക്കുന്നത്? ഈ പണിയാണ് നീ എടുക്കുന്നത് എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അവൾ അവളുടെ കൂട്ടുകാരിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. പിന്നെ നീ എന്തിനാ വലിയ ഭാവം കാണിക്കുന്നത്? അങ്ങനെ സന്തോഷപൂർണമായ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. നന്ദു കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയായി. 1-ാം വർഷം പരീക്ഷ എഴുതിക്കഴിഞ്ഞ് അവൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. നന്ദു 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവളുടെ കൂടെ പഠിച്ചിരുന്നതാണ് പ്രിയേഷ്. സ്ഥലത്തെ ജന്മിയും തോട്ടമുടമയുമായ ദാമോദരൻ നമ്പ്യാരുടെ മകനാണ് പ്രിയേഷ്. പഠിക്കുന്ന കാര്യത്തിൽ അത്രയൊന്നും മിടുക്കനല്ലെങ്കിലും സ്പോർട്സിൽ എല്ലാ വിഭാഗത്തിലും തന്നെ അവൻ മിടുക്കനാണ്. സ്കൂളിലെ എല്ലാ കായിക മത്സരങ്ങളിലും തന്നെ പ്രിയേഷിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഒരു ദിവസം ത്രികോണമിതിയിലെ ഒരു സംശയം പറഞ്ഞു കൊടുക്കാൻ നന്ദുവിൻ്റെ അടുത്ത് വന്നു തുടങ്ങിയതാണ് പ്രിയേഷ്. കഴിഞ്ഞ ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന സഹപാഠി ഒരു സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിയുമോ? അന്ന് നന്ദു വിശദമായി അവന് ത്രികോണമിതിയുടെ അടിസ്ഥാനം മുതൽ പറഞ്ഞുകൊടുത്തു. അതിനുശേഷം പിന്നെയും പലപ്പോഴും അവൻ ഹോംവർക്ക് ചെയ്യാതെ വരും. എന്നിട്ട് നന്ദുവിൻ്റെ ബുക്ക് വാങ്ങിച്ച് അത് നോക്കി ചെയ്യുന്ന പരിപാടിയായിരുന്നു പ്രിയേഷിന്. നിന്റെ ഈ പരിപാടി ശരിയല്ല കേട്ടോ. സാർ അറിഞ്ഞാൽ എനിക്കും കൂടെ തല്ല് കിട്ടും. ചിലപ്പോൾ വീട്ടിൽ വിവരം പറഞ്ഞുവെന്നും ഇരിക്കും. തെറ്റിയാലും നീ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു കണക്കും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നീ പറഞ്ഞു തരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് അപ്ലൈ ചെയ്യാൻ കഴിയണ്ടേ? അറിയാവുന്നവർക്ക് ആ കാര്യങ്ങൾ എളുപ്പമാണ്. അത് സാധാരണമാണ്. ഞാൻ ഓടുന്നത് പോലെ ഒന്ന് ഓടാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? അത് എത്രയായാലും പറ്റില്ല. അവൻ വെടിച്ചില്ല് പോലെ മുന്നോട്ട് പോകുന്നത് കാണാം. അവൻ ഓടുന്നതിനോടൊപ്പം നോക്കാൻ പോലും പലപ്പോഴും കഴിയാറില്ല. പിന്നെയല്ലേ അവനോട് ഓടി ജയിക്കാൻ? പിറ്റത്തെ ദിവസം മുതൽ അവൻ കണക്ക് ചെയ്തുകൊണ്ടുവരാൻ തുടങ്ങി. ഒട്ട തെറ്റായിരിക്കും, എന്നാലും ചെയ്യും. രാവിലെ തന്നെ വന്ന് നന്ദുവിൻ്റെ ബുക്ക് നോക്കി തെറ്റിയതെല്ലാം തിരുത്തി അധ്യാപകരുടെ കയ്യിൽ കൊടുക്കും. കണക്ക് അധ്യാപകൻ വർഗീസ് സാർ ഒരു ദിവസം അവനോട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്ത് പറ്റി പ്രിയേഷേ? ആരെങ്കിലും ട്യൂഷൻ എടുക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ? ഒരു കണക്കും ശരിക്ക് ചെയ്തു കൊണ്ടുവരാത്ത നീ എല്ലാം കൃത്യമായി ചെയ്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ വിശ്വസിക്കും? പ്രിയേഷിൻ്റെ കൂട്ടുകാർ 1-2 പേർ അവിടെ ഇരുന്ന് ചെറുതായി പറഞ്ഞു, ട്യൂഷൻ മാസ്റ്റർ ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ട് എന്ന്. ചെറിയ ശബ്ദമായതുകൊണ്ട് സാർ അത് കേട്ടില്ല. സാറ് കേട്ടാൽ ചിലപ്പോൾ നന്ദുവിനോട് വഴക്ക് പറഞ്ഞെങ്കിലോ? അതുകൊണ്ട് പ്രിയേഷ് സാറിനോട് പറഞ്ഞു, ഒരു ട്യൂഷൻ ടീച്ചറെ ഏർപ്പാടാക്കണമെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ആളെ കണ്ടുപിടിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ എന്നെ ഒരാൾ സഹായിക്കുന്നുണ്ട്. സഹായിക്കുന്നതാരെന്ന കാര്യം പ്രിയേഷ് പറഞ്ഞില്ല, സാറ് ചോദിച്ചുമില്ല. ആര് സഹായിച്ചിട്ടായാലും വേണ്ടില്ല, അത്യാവശ്യം ജയിക്കാൻ മാർക്ക് കിട്ടിയാൽ നിന്റെ ഈ സ്പോർട്സിലുള്ള കഴിവ് നിനക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെ ഓടിയത് മാത്രമായി അസ്തമിക്കുകയും ചെയ്യും. അതുവരെയും പ്രിയേഷിൻ്റെ മനസ്സിൽ തോന്നാത്തതായിരുന്നു അങ്ങനെ ഒരു ആശയം. പഠിച്ചില്ലെങ്കിലും കളിയുമായി മാത്രം മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുമെന്നായിരുന്നു
പ്രിയേഷിൻ്റെ വിശ്വാസം. ആ ധാരണ ശരിയല്ല എന്ന് സാറ് പറഞ്ഞതോടെ മനസ്സിലായി. എന്നാലും അവൻ്റെ സംശയം തീർന്നില്ല. അതുകൊണ്ട് കോച്ചിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അതുതന്നെ. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതില്ലാതെ കളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സെലക്ഷനുകൾ നടക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും നിന്നാണല്ലോ. പ്രധാനമായും ആളുകൾ ടീമിൽ കയറി പറ്റുന്നതും ആ വഴി തന്നെയാണ്. അതുവരെ കണക്കിന് മാത്രം നന്ദുവിനെ ആശ്രയിച്ചിരുന്ന പ്രിയേഷ് വേറെ 2-3 വിഷയങ്ങൾക്ക് കൂടി അവളുടെ സഹായം തേടി തുടങ്ങി. അവൾ അതിന് തയ്യാറുമായിരുന്നു. നിരന്തരമായ സമ്പർക്കവും സംസാരവും അവരുടെ മനസ്സുകളിൽ സഹപാഠികൾ എന്ന ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് എന്തൊക്കെയോ തോന്നലുകൾ ഉണ്ടാക്കിയിരുന്നു. പ്രിയേഷിൻ്റെ സാമീപ്യം നന്ദുവും, അതുപോലെ തന്നെ നന്ദുവിൻ്റെ സാമീപ്യം പ്രിയേഷും ആസ്വദിച്ചിരുന്നതായി അവരുടെ കൂട്ടുകാർക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവരുടെ പെരുമാറ്റം കണ്ടാൽ അത് വെറും തോന്നലാണെന്ന് വിചാരിക്കുകയും ചെയ്യും. ഇനി തോന്നൽ മാത്രമായിരിക്കുമോ? നന്ദുവിൻ്റെ മനസ്സിൽ പ്രത്യേകമായി കൂട്ടുകാർ വിചാരിച്ചതുപോലെ ഒരു തോന്നലും ഇല്ലായിരുന്നു. വീട്ടിൽ മൂത്ത സഹോദരനില്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറവ് നികത്താൻ പറ്റിയ ഒരാൾ എന്ന രീതിയിൽ മാത്രമേ അവനെ അവൾ കണ്ടിരുന്നുള്ളൂ. നന്ദുവിന് 10ാം ക്ലാസ്സിൽ നിന്നും അത്രയും മാർക്ക് ലഭിക്കുമെന്ന് ഏതാണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അവൾ പഠനത്തിൽ എല്ലാ വിഷയങ്ങൾക്കും മികച്ചു നിന്നിരുന്നല്ലോ. പ്രിയേഷ് ജയിക്കും എന്നുപോലും ആ വർഷം ആദ്യം വരെ ആരും വിചാരിച്ചതല്ല. അവൻ്റെ വീട്ടിലുള്ളവർക്കും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പഠനം 10ാം ക്ലാസ്സിനപ്പുറത്തേക്ക് പോകുന്നതിനെപ്പറ്റി ദാമോദരൻ നമ്പ്യാർ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല. എന്നാൽ വീട്ടുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയേഷിന് ഒരുവിധം നല്ല മാർക്ക് ലഭിച്ചു. അതായത് 2nd ക്ലാസ് 316 മാർക്ക് വാങ്ങിയാണ് പ്രിയേഷ് വിജയിച്ചത്. അത്രയും ധാരാളം മതിയായിരുന്നു കോളേജിൽ സ്പോർട്സ് ക്വാട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ. അവൻ നന്ദു ചേർന്ന കോളേജിൽ തന്നെ അതേ ബാച്ചിൽ തന്നെ ചേർന്ന് പഠനം തുടങ്ങി. അതിന് മുമ്പ് തന്നെ മറ്റൊരു സംഭവം നടന്നിരുന്നു. അത് 10ാം ക്ലാസ്സിലെ ക്ലാസ് തീരാനാവുന്ന സമയത്തായിരുന്നു. എല്ലാവരും തിരക്കിട്ട് പഠിക്കുന്ന കാലത്ത്. ഒരു ദിവസം ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി നന്ദുവിൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ പ്രിയേഷ് പതുക്കെ പറഞ്ഞു, ഞാൻ അതിനുള്ളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വേറെ ആരെയും കാണിക്കാതെ നീ അത് എടുത്ത് വായിച്ചു നോക്കിയിട്ട് മറുപടി പറയണം. അത്രയും പറഞ്ഞ് അവൻ പോയി. എന്താണെന്ന് പറഞ്ഞതുമില്ല. ആരെയും കാണിക്കാതെ എടുത്തു വായിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവൾ അത് വായിച്ചു. അതിൻ്റെ കാതലായ ഭാഗം ഇങ്ങനെയായിരുന്നു. അവന് നന്ദുവിനോട് വല്ലാത്ത ഇഷ്ടമാണ്. നന്ദുവിനോടൊപ്പമുള്ള ഒരു ജീവിതമാണ് അവൻ സ്വപ്നം കാണുന്നത്. ആരെല്ലാം എതിർത്താലും അവളെ സ്വന്തമാക്കാൻ അവന് ധൈര്യമുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമെന്നാണ് അവൻ്റെ പ്രതീക്ഷ. ആ സമയത്ത് നന്ദുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ അവൻ തയ്യാറാണ്. അങ്ങനെയൊക്കെയാണ് അവൻ അതിൽ എഴുതിയിരിക്കുന്നത്. ബാലചാബല്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രിയേഷിനെ സംബന്ധിച്ചിടത്തോളം നന്ദുവിനേക്കാൾ 4 വയസ്സെങ്കിലും കൂടുതൽ കാണും. അവൻ 4 ക്ലാസ്സുകളിൽ തോറ്റിട്ടുണ്ട്. നന്ദു കത്ത് വായിച്ചു. എന്നിട്ട് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുകയും ചെയ്തു.
അവനോട് എന്ത് അഭിപ്രായം പറയുമെന്ന് ഒന്ന് ആലോചിച്ചു. അതിനുശേഷം അവൾ അവനോട് പറയേണ്ട മറുപടി കണക്കുകൂട്ടി. അവൻ ചോദിച്ചെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് പോകാം. എപ്പോഴാണോ അവൻ ചോദിക്കുന്നത് ആ സമയത്ത് വിവരം പറയാം. അതുവരെയും പറഞ്ഞില്ലെന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ആ അടുത്ത സമയങ്ങളിലൊക്കെ ജില്ലാ സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റൊരു സ്കൂളിലായതുകൊണ്ട് പ്രിയേഷ് സ്ഥലത്തില്ലായിരുന്നു. അത് കാരണം നന്ദുവിന് മറുപടി പറയേണ്ട ആവശ്യം വന്നതുമില്ല. സ്പോർട്സ് കഴിഞ്ഞു വരുമ്പോഴേക്കും അവൻ ആ കാര്യം തന്നെ മറന്നുപോയിട്ടുണ്ടാകും എന്നാണ് നന്ദു വിചാരിച്ചത്. പക്ഷേ അവനത് മറന്നിരുന്നില്ല. 10ാം ക്ലാസ്സിൽ ക്ലാസ് കഴിയുന്ന ദിവസം നന്ദുവിനോട് ചോദിച്ചു. അന്ന് ഞാൻ എഴുതി തന്ന കാര്യത്തിന് നന്ദുവിൻ്റെ മറുപടി എനിക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ചോദിക്കാൻ കഴിഞ്ഞുമില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന വിവരം അറിയാമല്ലോ നിനക്ക്. അത് വായിച്ചതിൻ്റെ പിറ്റേ ദിവസവും പിറ്റേൻ്റെ പിറ്റേ ദിവസവും ഒക്കെ മറുപടി പറയാൻ കരുതി തന്നെയാണ് സ്കൂളിലേക്ക് പോയത്. പക്ഷേ അവനെ കണ്ടില്ല. ഇന്നിപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെയാണ് അവൻ്റെ ചോദ്യമുണ്ടായത്. ഇനിയിപ്പോൾ ഇതിന് എന്തു മറുപടി പറയും? ആലോചിച്ചു വെച്ച മറുപടി തന്നെ പറഞ്ഞാലോ? അതോ എന്തായിരിക്കും അവൾ പറയാൻ പോകുന്ന മറുപടി? പ്രിയേഷിനോട് പറയാനുള്ള മറുപടി അവൾ നേരത്തെ തന്നെ മനസ്സിൽ കണക്കുകൂട്ടി വച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ മറുപടി പറയാൻ അവൾക്ക് കഴിയുമോ? അതോ നന്ദുവിൻ്റെ മനസ്സിലും മറ്റെന്തെങ്കിലും തോന്നലുകൾ ഉണ്ടായിരുന്നോ? നന്ദു എന്തായിരിക്കും പറയാൻ പോകുന്നത്? അറിയാം അവിവാഹിതയുടെ അടുത്ത